ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജോജീസ് കിച്ചൻ. ഇന്ന് നമ്മുടെ റെസിപ്പി ഒരു കേക്ക്, ഓറഞ്ച് പൈനാപ്പിൾ ബർത്ത്ഡേ കേക്കാണ്. ഇത് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ അനിയൻ്റെ മോളാണ്. അവളുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അവൾ തന്നെ എൻ്റെ ഗൈഡൻസിൽ ചെയ്യുവാണ്. വരൂ വീഡിയോയിലേക്ക് പോകാം. ഓറഞ്ച് പൈനാപ്പിൾ കേക്ക് ചെയ്യാനായിട്ട് എൻ്റെ മരുമകൾ അഹല്യ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. അവൾക്ക് ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് അവൾ തന്നെ ചെയ്യുവാണ്. ഇവൾക്ക് കുക്കിങ്ങിൽ നല്ല ഇൻട്രസ്റ്റ് ഉള്ള കുട്ടിയാണ്. ഒരുപാട് കേക്കുകളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഓറഞ്ച് സ്പോഞ്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അവൾ കാണിച്ചു തരും. 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ അരച്ചിട്ട് നമുക്ക് ആദ്യം ഓറഞ്ച് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് പൈനാപ്പിൾ ക്രഷ് കൊണ്ട് അത് ഐസിങ് ചെയ്യാം. 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് അടിച്ചിട്ട് 1/2 കപ്പ് പഞ്ചസാര കൂടിയിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്യാം. പഞ്ചസാര കുറച്ചായിട്ട് ഇട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പഞ്ചസാര കുറച്ചായിട്ട് ഇട്ടാൽ മതി. എഗ്ഗ് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ കുറച്ചായിട്ട് ചേർത്ത് ലോ സ്പീഡിലിട്ട് അടിക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസും നമ്മൾ എടുത്തു വച്ച ഓറഞ്ചിൻ്റെ സെസ്റ്റും കൂടി ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അത് സ്പാച്ചുല വെച്ചോ വിസ്ക് വെച്ചോ മിക്സ് ചെയ്താൽ മതി. നല്ല പഴുത്ത ഓറഞ്ച് വാങ്ങിച്ചിട്ട് അതിൻ്റെ പുറംതൊലി ലൈറ്റായിട്ട് ചുരണ്ടി എടുത്താൽ മതി. അതാണ് ഓറഞ്ച് സെസ്റ്റ്. ഇത് വൈറ്റ് വരാതെ നോക്കണം. ഇതാണ് നല്ല ഫ്ലേവർ തരുന്നത്. ഇനി നമുക്ക് കുറച്ചായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഞങ്ങളിപ്പോൾ കയ്യിലുണ്ടായിരുന്ന ബദാം മിക്സിൻ്റെ യെല്ലോ കളർ ചേർക്കുവാണ്, ഒരു ചെറിയ കളറിന് വേണ്ടിയിട്ട്. നിങ്ങളുടെ കയ്യിൽ ഓറഞ്ച് കളർ ഉണ്ടെങ്കിൽ ഓറഞ്ച് എസൻസോ ഓറഞ്ച് കളറോ വേണമെങ്കിൽ ചേർക്കാം. ഒരു കേക്ക് ടിന്ന് ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ ഒട്ടിച്ച് വച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത ബാറ്റർ ഒഴിക്കാം. നമ്മുടെ കേക്ക് ബാറ്റർ റെഡിയായി. ഇനി നമുക്ക് പ്രീഹീറ്റ് ചെയ്ത പാത്രത്തിലേക്ക് ഇറക്കി വയ്ക്കാം. ഒരു കുക്കർ പ്രീഹീറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. അതിലേക്ക് ബാറ്റർ ഇറക്കി വച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ക്ലോസ് ചെയ്തിട്ട് ഒരു 30-35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ. നമ്മുടെ ഓറഞ്ച് സ്പോഞ്ച് കേക്ക് റെഡിയായി. ഇനി നമുക്ക് ഇത് തണുത്തിട്ട് നമുക്ക് ലേയേഴ്സ് ആയിട്ട് ആക്കിയിട്ട് വിപ്പിംഗ് ക്രീം ഫ്രോസ്റ്റിംഗ് ചെയ്യാം. ഇവിടെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് സ്ലോ സ്പീഡിൽ അടിച്ചിട്ട് ഒவ்வொரு മിനിറ്റായിട്ട് കൂട്ടി നമുക്ക് 4 മിനിറ്റ് അടിച്ചെടുക്കാം. കേക്ക് 3 ലെയറായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. ആദ്യം ഇവിടെ കേക്ക് ബോർഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു പ്ലേറ്റിലാണ് ഐസിങ് ചെയ്യുന്നത്. ആദ്യത്തെ ലെയർ വെച്ചിട്ട് ഇവിടെ ഓറഞ്ച് ജ്യൂസിൽ കുറച്ച് പഞ്ചസാര ഇട്ട് അലിയിച്ച് വെച്ചിട്ടുണ്ട്, സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വെച്ച് ഇത് നനച്ചെടുക്കാം. ഓറഞ്ച് ജ്യൂസ് പഞ്ചസാര ഇട്ട് അലിയിച്ച് നനച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് വിപ്പിംഗ് ക്രീം പുരട്ടാം. വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പൈനാപ്പിൾ ക്രഷ് സ്പ്രെഡ് ചെയ്യാം നമുക്ക്. ഇത് ഒരു ഫ്യൂഷൻ കേക്കാണ്, ഓറഞ്ച് പൈനാപ്പിൾ കേക്ക്. അടുത്തത് സെക്കൻഡ് ലെയർ വെച്ചിട്ട് അതും ഇതുപോലെ ജ്യൂസ് കൊണ്ട് നനച്ചിട്ട് അടുത്ത ലെയറും വയ്ക്കാം. ഇങ്ങനെ ആൾട്ടർനേറ്റീവ് വെച്ചിട്ട് നമുക്ക് ഫുൾ ക്രം കോട്ടിങ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീമിൽ ക്രം കോട്ടിങ് കൊടുത്തിട്ട്
യെല്ലോ ആൻഡ് ടൊമാറ്റോ റെഡ് മിക്സ് ചെയ്ത് ഒരു കളർ ലൈറ്റ് സ്കിൻ കളർ പോലെ കൊടുത്തിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് റോസാട്ടേ പോലെ കൊടുത്തിട്ടുണ്ട്. ഇത് ഓറഞ്ച് പൈനാപ്പിൾ കേക്കാണ്. നമുക്ക് ഇനി ഫ്രിഡ്ജിൽ 1 മണിക്കൂർ വച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഈ കേക്ക് വളരെ ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു. നല്ല ക്രീമും ലേസായിട്ട് പൈനാപ്പിളും ഓറഞ്ച് സ്പോഞ്ചും എല്ലാം കൂടി നല്ല ഒരു ടേസ്റ്റ്, മിക്സഡ് ടേസ്റ്റായിരുന്നു. വളരെ സോഫ്റ്റായിരുന്നു. ഇത് എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ആദ്യമായിട്ട് ജ്യോതിസ് കിച്ചൺ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കനെയും ക്ലിക്ക് ചെയ്ത് ആൽ എന്നുള്ളൊരു ഓപ്ഷനും ക്ലിക്ക് ചെയ്താൽ ഞാൻ എന്നും ഇടുന്ന റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടൻ കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.